കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലുകളൊക്കെ 37 മണിക്കൂർ വളരെ ജിജ്ഞാസയോടുകൂടെ, ഭയത്തോടുകൂടെ, ഭീതിയോടുകൂടെ ഒരു കുട്ടിയുടെ, ഒരു അതിഥി തൊഴിലാളിയുടെ കുഞ്ഞിൻ്റെ വാർത്ത, വീട് വിട്ടിറങ്ങിയ വാർത്ത ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയുണ്ടായി. എത്ര തവണ ആ വാർത്ത കണ്ട ആളുകൾ പിന്നെയും പിന്നെയും കയറി നോക്കിയിട്ടുണ്ട്, ആ കുട്ടിയെ കിട്ടിയോ എന്ന്. എത്രയോ തവണ കയറി നോക്കിയിട്ടുണ്ട് അല്ലേ? വാർത്ത അറിഞ്ഞതിന് ശേഷം പലവരും കയറി നോക്കി ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ തൻ്റെ ചുറ്റും അങ്ങനെ ഒരു കുട്ടിയുണ്ടോ എന്ന് അന്വേഷിക്കും വിധമുള്ള ഒരു മീഡിയ ബ്രോഡ്കാസ്റ്റിംഗ് നമ്മുടെ മീഡിയകളൊക്കെ ചെറിയ ഇടവേളകളെങ്കിലും ചെയ്യുന്ന നല്ല കാര്യങ്ങളിൽപ്പെട്ടതാണ് അതൊക്കെ. സത്യത്തിൽ ഈ കാഴ്ചകളുടെ പരിസരത്തുകൂടെ നമ്മൾ പോയപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ കുട്ടികളെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ആ കുട്ടി വീട് വിട്ടിറങ്ങുന്ന ആ നിമിഷം വരെയും പിന്നെയും യഥാർത്ഥത്തിൽ ആ കുട്ടിയുടെ മാതാപിതാക്കൾ അങ്ങനെ ഒരു കാര്യം സംഭവിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അത് നമുക്കറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ആ കുട്ടി വീട്ടിലേക്ക് തിരിച്ചു വരാൻ തയ്യാറല്ല എന്നാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ കുടുംബ വീടുകൾ മക്കൾക്ക് താമസിക്കാൻ പറ്റാത്ത ഇടങ്ങളായി പല കാരണങ്ങളാൽ മാറുന്നുണ്ട്. എൻ്റെ വീടടക്കം നമ്മുടെ ആരുടെയും വീട് ഇതിൽ നിന്ന് സുരക്ഷിതമല്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഏതെല്ലാം കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കുടുംബ കലഹങ്ങളാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹങ്ങളുണ്ടെങ്കിൽ, അവിടെ സ്നേഹമുള്ള ഒരു കുടുംബാന്തരീക്ഷമില്ലെങ്കിൽ ആ വീട്ടിൽ കുട്ടി വലിയ മാനസികാഘാതങ്ങളെയും സൈക്കാട്രിക്കൽ സിറ്റുവേഷനുകളെയും നേരിടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല. വളരെ കുഞ്ഞായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒപ്പിയും തമ്മിലുള്ള ഇത്തരം വാഗ്വാദങ്ങളൊന്നും മനസ്സിലാകാത്ത പ്രായത്തിൽ ഒരുപക്ഷെ അത് വളരെ പ്രത്യക്ഷത്തിൽ ഉണ്ടാകുന്നില്ല. എങ്കിൽ പോലും 0 മുതൽ 12 വയസ്സുവരെ എന്ന് പറയുന്ന സമയം, ഗർഭ സമയം മുതൽ ഒരു 12 വയസ്സുവരെയുള്ള സമയമാണ് കുട്ടിയുടെ മാനസികമായ വികാസവും അതുപോലെ തന്നെ വ്യക്തി വികാസവും ഡെവലപ്മെന്റും ഒക്കെ നടക്കുന്നത്. വളരെ ശാസ്ത്രീയമായ പഠനങ്ങളാണിത്. അപ്പൊ ഒന്നതാണ്, അത്തരം വാഗ്വാദങ്ങൾ നമ്മുടെ വീട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ, വീട്ടിൽ നിന്ന് കുട്ടി ഇറങ്ങിപ്പോയിട്ടൊന്നും ഉണ്ടാകൂല, പക്ഷേ 1000 തവണ മനസ്സുകൊണ്ട് ചിലപ്പോൾ കുട്ടികൾ ഇറങ്ങിപ്പോയിട്ടുണ്ടാകും. വേറെ കുറെ കാരണങ്ങൾ കൊണ്ട് അവർ വീട്ടിൽ നിൽക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ലഹരി പോലെയുള്ള വസ്തുക്കളും അതിൻ്റെ വേട്ടയാടലുകളും ഉണ്ടെങ്കിൽ ആ വീട്ടിൽ ചില അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഉണ്ടാകും, യാതൊരു സംശയവുമില്ല അല്ലേ? അത് ഒരു യാഥാർത്ഥ്യമാണ്. മൂന്നാമത്തെ ഒരു കാര്യം, മാതാപിതാക്കളുടെ അടുത്ത് അവിഹിതങ്ങളുണ്ട്, അശുദ്ധികളുണ്ട് എന്ന് കുട്ടിക്ക് ബോധ്യപ്പെടുന്നിടത്ത് കുട്ടി അതൊരു പക്ഷെ പറയുന്നുണ്ടാവില്ല. ഉമ്മാന്റെ ഫോണിങ്, ഉപ്പാന്റെ ഫോണിങ്, ചാറ്റ് ഹിസ്റ്ററിയിൽ കണ്ടത്, യൂട്യൂബ് ഹിസ്റ്ററിയിൽ കണ്ടത്, ഇങ്ങനത്തെ കുറെ കാരണങ്ങളാൽ കുട്ടി വളരെ അസ്വസ്ഥമായിരിക്കും. ഇത്തരം കാര്യങ്ങളുള്ള വീട്ടിൽ കുട്ടിക്ക് സ്വസ്ഥത ഉണ്ടാവുകയില്ല. ആ കുട്ടി വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നാലാമത്തെ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, പാരൻസിൻ്റെ സ്വഭാവ പെരുമാറ്റങ്ങൾ 2 നിലക്ക് പ്രയാസങ്ങൾ വരും. ഒന്ന്, മാനസികമായ സന്തുലനങ്ങൾ പിഴച്ചു പോകുന്ന പല വ്യക്തികളും വീടുകളൊക്കെ ഉണ്ട്. അത് അയൽപ്പക്കത്തെ ബാധ്യതയും മര്യാദയും കുടുംബ വീട്ടിലെ ബാധ്യതയും മര്യാദയും ഒക്കെ പറയുന്നിടത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ഹദീസ് ഉണ്ട്. എന്താണ്? നീ വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് നിന്റെ വീടിൻ്റെ അരികത്തൊരു അയൽവാസി പട്ടിണി കിടക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ അന്തിയുറങ്ങുന്ന നിന്റെ വിശ്വാസത്തിൽ കുഴപ്പമുണ്ടെന്ന മഹത്തായ പാഠം പഠിച്ച പ്രവാചകന്റെ പാഠത്തെ ഒരിക്കലും നമ്മൾ ഭക്ഷണപാത്രത്തിലേക്കും അവരുടെ വയറിലേക്കും മാത്രം ചുരുക്കരുത്. മറിച്ചതൊരു വിശാലമായ തലമാണ്. അയൽപ്പക്കത്തിന്റെ കാര്യത്തിലുള്ള വിശാലമായ ബാധ്യതയാണ് റസൂലുള്ള പഠിപ്പിക്കുന്നത്. അതെങ്ങനെ? അതെന്റെ വ്യാഖ്യാനമൊന്നുമല്ല. മസാല ജിബ്രീൽ യൂസീനി ബിൽ ജാരി ഹത്താ ലനൻതു അന്നഹു സയുവരിസു. എന്താ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ജിബ്രീൽ എൻ്റെ അടുത്ത് വന്നിട്ട് അയൽവാസിയോട് ചെയ്യേണ്ട ബാധ്യതയെക്കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ അങ്ങനെ വിചാരിച്ചു, അടുത്ത തവണ വരുമ്പോ നീ മരിച്ചാൽ നിന്റെ ഉപ്പാക്ക് ഇത്ര, അമ്മാക്ക് ഇത്ര, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഉപ്പാക്ക് 6-1, ഉമ്മാക്ക് 6-1, നിന്റെ ആൺകുട്ടിക്ക് നേർപകുതി, ഇങ്ങനെ പലതുണ്ടല്ലോ. അതേപോലെ അയൽക്കാരനുള്ള ഒരു ഓഹരി വന്ന് പറഞ്ഞു തരുമോ എന്ന് വിചാരിക്കാൻ മാത്രം എന്നെ ജിബ്രീൽ അലൈഹിസ്സലാം ഉപദേശിച്ചു കൊണ്ടിരുന്നു എന്നാണ്. അപ്പൊ അതൊരിക്കലും ഒരു ഉരുള ചോറിലേക്ക് നമ്മൾ ചുരുക്കരുത്. മനസ്സിലായില്ലേ?
അപ്പൊ അയൽപ്പക്കത്തൊക്കെ വളരെ റഫായിട്ട് കുട്ടികളെ കൈകാര്യം ചെയ്യണ പാരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തോ ഒരു കാരണം അതിനുണ്ട്. ചിലത് പിന്നെ മാനസിക കാരണങ്ങളായിരിക്കും. മനോനില തെറ്റിയത് നമ്മളെപ്പോഴാ അത് പരിഗണിക്കുക? തലമുടി ഒന്നും ചെയ്യാതെ ആകെ ഇങ്ങനെ പാറിച്ച് അലക്കാതെ കുളിക്കാതെ 2 കുപ്പായോ 3 ഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ അങ്ങാടി കൂടെ നടക്കണ മാത്രമേ നമുക്ക് മാനസിക രോഗമുള്ളൂ. കൊച്ചു കൊച്ചു ശ്രദ്ധകൾ ഉണ്ടെങ്കിൽ കുറെ കുടുംബ വീടുകളിൽ സ്വസ്ഥത എത്തിക്കാൻ പറ്റും. സുഹൃത്തുക്കളെ, സ്വസ്ഥത എത്തിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാരണങ്ങൾ എണ്ണി പറയണില്ല. ഞാൻ പറയാത്ത അതുമായ 100 കണക്കിന് കാരണങ്ങൾ. പിന്നെ കുട്ടികളുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ ചില ഇടപെടലുകൾ, അവരുടെ സ്വകാര്യ സ്പേസിലെ ഇടപെടലുകൾ, അവരെ മെന്റർ ചെയ്യുന്ന തെറ്റായ മെന്ററിങ് ഉള്ള തെറ്റായ കോഡിങ്ങുകളുണ്ട് ചില ഗെയിമുകൾ. ആ ഗെയിമുകൾക്ക് പിന്നിലെ ഫിസിക്കൽ സാന്നിധ്യം, മനുഷ്യന്റെ വ്യക്തിയുടെ സാന്നിധ്യം, അല്ലെങ്കിൽ കോഡിങ്ങുകളുടെ സാന്നിധ്യം, ഇതൊന്നും ഇന്ന് നമ്മുടെ വീട്ടിലേക്കോ നമ്മുടെ കുടുംബത്തിലേക്കോ എത്തൂല എന്ന് പറയാൻ കഴിയാത്ത വിധം നമ്മൾ വലിയ കുരുക്കുകളിലൂടെയാണ് പോണത്. അനുഭവിക്കുന്ന, കേൾക്കുന്ന, അറിയുന്ന കാര്യങ്ങളുടെ ഒരു പരിസരം വെച്ച് നോക്കുമ്പോൾ ആരും സുരക്ഷിതമല്ലാത്തൊരു കാലത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പക്ഷേ ഇത്തരം കാലങ്ങളെയൊക്കെ അതിജീവിക്കും വിധമുള്ള മാർഗദർശനങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരാഴ്ച എന്ത് സമൂഹത്തോട് പറയണമെന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വരും. അപ്പോൾ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടും കാര്യമൊക്കെ നമ്മളെ മുന്നിൽ വന്ന് അതിൽ ചില കമന്റുകൾ പറയാനുണ്ട്, പറയും. പക്ഷേ അതിനു മുൻപ് പറയണമെന്ന് എനിക്ക് തോന്നിയത് ഇതായിരുന്നു: നമ്മുടെ വീട്ടിൽ കുട്ടികൾ സ്വസ്ഥരാകണം, സ്വസ്ഥത കിട്ടണം. അതിന് ചില വഴികളുണ്ട്. ഇസ്ലാം നിർദ്ദേശിച്ച മനോഹരമായ ചില വഴികളുണ്ട്. പ്രവാചകൻ കാണിച്ചു തന്ന മനോഹരമായ ചില വഴികളുണ്ട്. ആ വഴികളെ കുറിച്ച് തന്നെയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താ അറിയോ? കുട്ടികളെ ചുംബിക്കലാണ്. കുട്ടികൾക്ക് തുരുതുരാ ഉമ്മ കൊടുക്കലാണ്. നോക്കൂ, നിങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ബലൽ ഹസൈന വഇൻദഹു അൽ അഖ്റ ഇബ്നു ഹാബിസ് അത്തമീമി. അഖ്റ ഇബ്നു ഹാബിസ് അത്തമീമി എന്ന് പറയുന്ന പിന്നെ മരുഭൂമിയുടെ ഉള്ളിൽ ആടിനെ മാടിനെയൊക്കെ മേച്ച് നടക്കുന്ന വളരെ പ്രാകൃതരായ അറബികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തി ഇരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ, തന്റെ പേരക്കുട്ടിയെ തുരുതുരാ ഉമ്മ വെച്ചു. അപ്പൊ ഫഖാല അഖ്റ ചോദിക്കണം, ഇന്നലി അശറത മിനൽ വലദ് മാ ഖബ്ബൽതു മിൻഹും അഹദ. എനിക്ക് 10 മക്കളുണ്ട് നബിയെ, ഞാൻ അവരാരും ചുംബിക്കാറില്ല. അതിന് പ്രവാചകൻ കൊടുത്ത ഉത്തരം എന്താ അറിയോ? ഫനദറ ഇലൈഹി. പ്രവാചകൻ അയാളൊന്ന് ശരിക്കൊന്ന് നോക്കി, ഒന്ന് തുറച്ചു നോക്കിയിട്ട് പറഞ്ഞു, മല്ലയർഹം ലയുർഹം. ഒറ്റവരി, മല്ലയർഹം ലയുർഹം. കാരുണ്യം കൊടുക്കാത്തവന് പടച്ചോൻ കാരുണ്യം തിരിച്ചു കൊടുക്കൂല. അപ്പൊ നമ്മളോട് പടച്ചോൻ കാരുണ്യം കാണിക്കണേന്റെയും കൂടി ഭാഗമാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ തുരുതുരാ ഉമ്മ വെക്കുക എന്ന് പറയണത്. അതൊരു ഇബാദത്താന്ന് പറഞ്ഞത്, അതൊരു പുണ്യാണ്. നമ്മളെ കച്ചവടത്തിൽ, നമ്മുടെ കൃഷിയിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആരോഗ്യത്തിൽ, നമ്മുടെ ബാക്കി കാര്യങ്ങളിലൊക്കെ പടച്ചോന്റെ കാരുണ്യം കിട്ടാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട ഒരു കാര്യമാണത്. പക്ഷെ അങ്ങനെയല്ല ശരിക്കും കുടുംബ വീടുകളിലൊന്നുമില്ല. ഇപ്പോ 7ാം ക്ലാസ്സിലെ അറബി പാഠപുസ്തകം മാറി. കഴിഞ്ഞ അറബി പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ ലെസൺ, ഒന്നാമത്തെ വഹദയിലെ ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് അൻത ജൗഹറത്തി എന്നുള്ള പാഠമായിരുന്നു. മനോഹരമായിട്ടുള്ള പാഠമായിരുന്നു. പാഠപുസ്തകം മാറിയപ്പോൾ ഏറ്റവും വിഷമിച്ചത് ആ പാഠം പോയപ്പോഴാണ് കേട്ടോ. മനോഹരമായ പാഠമായിരുന്നു. എന്താണ് ആ പാഠത്തിന്റെ ഇതാണ്, നീയാണ് എൻ്റെ രത്നം എന്നാണ്. അപ്പൊ എന്താണ് കഥയുടെ ചുരുക്കം എന്നറിയോ? നിങ്ങളെ കുട്ടി 7ാം ക്ലാസ്സിലെ അറബി പാഠപുസ്തകത്തിൽ ഇരുന്ന് അക്ഷരം വെച്ച് പഠിക്കുന്ന പാഠം ഇതാണ്. അവൻ വീണു, നിലത്ത് വീണവന്റെ കാലൊടിഞ്ഞപ്പോ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ്. അപ്പൊ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ ഉപ്പാന്റെ, ക്യാഷ് ഇല്ലാതെ പ്രയാസപ്പെടുന്ന ഉപ്പാന്റെ നൊമ്പരങ്ങളും, ഉമ്മ മഹറുമാല ഊരിക്കൊടുത്ത് ആ മഹറുമാലയും കൊണ്ട് കടയിലേക്ക് ഓടുന്നതൊക്കെ ആ പാഠത്തിൽ ഒരു അധ്യാപകൻ ശരിക്ക് കാണുന്നുണ്ട്. ആ കുഞ്ഞിന്റെ മുമ്പ് ശരിക്ക് പറയാൻ പറ്റും. ഏത് കുട്ടിയാണെങ്കിലും ആ കുട്ടി ആ ക്ലാസ്സിലിരുന്നൊന്ന് കരഞ്ഞിട്ടുണ്ടാവും അറബി അധ്യാപകന്റെ മുന്നിൽ. അത്ര മനോഹരമായ നല്ലൊരു കഥയാണ്. അപ്പൊ അവസാനം ഉമ്മാന്റെ മഹറുമാല വിറ്റിട്ട് എന്ത് ചെയ്യാണ്? മഹറുമാല വിറ്റിട്ട് ആ കുട്ടിനെ ചികിത്സിക്കുകയാണ്. അപ്പൊ അവന് ആശ്വാസമൊക്കെ ഒന്നായി, കാലൊക്കെ ഒന്ന് അനക്കാൻ തുടങ്ങി. അവൻ വീട്ടിലെത്തിയ നേരത്ത് ഉമ്മാന്റെ കഴുത്തിൽ ഈ മാല കാണാത്തപ്പോ ചോദിച്ചു, ഉമ്മച്ചേ ആ മാല എവിടെ ഉമ്മച്ചിന്റെ? അപ്പൊ ഉമ്മച്ചി കഥ പറഞ്ഞെടുത്തു, ഞാന് മാല നിന്റെ കാല് സർജറിക്ക് ഉപ്പാൻ്റെ അടുത്ത് ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് വിറ്റതായിരുന്നു. അപ്പൊ അവന്റെ കണ്ണ് നിറയുമ്പോ ഉമ്മ പറയുന്നുണ്ട്, അൻത ജൗഹറത്തി, നീയാണ് എൻ്റെ രത്നം, ആ മാലയല്ല. അപ്പൊ ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഓരോ അധ്യാപകർക്കും ഓരോ രീതി ഉണ്ടാവുമല്ലോ. എൻ്റെ ക്ലാസ് റൂമിൽ ഒരു എല്ലാ വർഷവും
ഒരു ചാർട്ട് ഉണ്ടാകും. ഉമ്മാക്കൊരു ഉമ്മ എന്നാണ് ആ ചാർട്ടിൻ്റെ മുകളിൽ ഉണ്ടാകുക. ആ മുസ്ലിം കുട്ടികൾ കൂടി മിക്സ് ചെയ്ത ക്ലാസ് ആണെങ്കിൽ അങ്ങനെ ഉണ്ടാവും. ഫുൾ അറബി കുട്ടികളും അല്ലാത്തതുകൊണ്ടാണ്. അമ്മക്കൊരു ഉമ്മ എന്നാണ് ഞാൻ കൊടുക്കുക. എന്താ ചെയ്യേണ്ടത്? കുട്ടികൾ വന്നാൽ ഉമ്മാക്ക് ഉമ്മ കൊടുത്തു വന്ന കുട്ടികളൊക്കെ ടിക്ക് ചെയ്യണം. അപ്പോൾ കുറേ കുട്ടികൾ ടിക്ക് ചെയ്യൂല. കഴിഞ്ഞ 2009 മുതൽക്ക് ഉള്ള എൻ്റെ അനുഭവമാണ് ഞങ്ങളോട് പറയുന്നത്. കുറേ കുട്ടികൾ ടിക്ക് ചെയ്യാത്ത ഉണ്ടാവും. അപ്പോൾ കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ചോദിക്കും, ടിക്ക് ചെയ്യാത്ത കുട്ടികളൊക്കെ ഒന്ന് ഇങ്ങനെ എണീപ്പിച്ച് നിർത്തും. എന്താ മോളെ ടിക്ക് ചെയ്യാത്ത? പറയില്ല, ഉമ്മ സമ്മതിച്ചില്ലല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പൊ അടുത്ത് വിളിച്ചു ചോദിക്കുമ്പോൾ എന്താണ് ഉമ്മ എന്താ പറയാ? എൻ്റെ ഒരു ആശ്ചര്യം, പൊയ്ക്ക ചോടുന്നു, ഇത്ര വലുതായിട്ടുള്ള ഉമ്മ ഒക്കെ വന്നിക്കുക. ഇതൊരു പ്രശ്നമാണ് സുഹൃത്തുക്കളെ, ഇതൊരു പ്രശ്നമാണ്. നമ്മളെ കുട്ടിയെ നമ്മൾ ചേർത്ത് പിടിച്ച് ഉമ്മ വെക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ അവൾ വരുന്ന വഴിക്ക് ഏതോ ഒരാൾ അവളെ തോണ്ടിയിട്ടുണ്ടാവും. അതിൻ്റെ മാനസികമായ നൊമ്പരങ്ങളും ഒരു കൈവെക്കാൻ പറ്റാത്തൊരു സ്ഥലത്ത് ബസ്സിൽ വെച്ചൊരാൾ കൈവച്ചാൽ ഒരു കുഞ്ഞിൻ്റെ ഉള്ളിലുള്ള ഒരുപാട് സ്ഫോടനങ്ങളുണ്ട്, നിർവചിക്കാൻ പറ്റാത്തത്ര വലിയ നൊമ്പരങ്ങളുണ്ട്, വേദനകളുണ്ട്. അത് കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന അധ്യാപകന്റെ അരികത്തു എന്നവർ പറയൂ, അല്ലെ? അങ്ങനെ പറഞ്ഞു കേട്ട ആളുകൾക്ക് ആ പെയിനിന്റെ ആഴം ശരിക്കും മനസ്സിലാകും. അപ്പൊ ഉമ്മ വരുമ്പോ ഒന്ന് ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കുമ്പോ, ഇല്ല എനിക്ക് ആളൊക്കെ ഉണ്ട് എന്നാണ് അവിടെ ഉള്ളത്, എനിക്ക് ആളുണ്ട് എന്നാണ് അവിടുത്തെ കാര്യം. മറ്റേത് ഹായ് മെസ്സേജിന്റെ കൂടെ ആളുകൾ കുട്ടികൾ പോണ എന്തോ ഒരു പ്രത്യേക പ്രായത്തിൽ വാതിലടക്കണ ഒരു പ്രായമുണ്ട്. ആറാം ക്ലാസ്സിൽ, 7ാം ക്ലാസ്, 6ാം ക്ലാസ്, 5ാം ക്ലാസ്, 3ാം ക്ലാസ് ഒക്കെ കുട്ടി വന്നൊക്കെ പറയും. പിന്നെ പറയും ഇപ്പോൾ ഒന്നും പറയില്ല, അവൾ ഒറ്റക്ക് അങ്ങനെ ഇരിക്കും, വാതിലടച്ചിരിക്കും. എന്താണ്? അവളുടെ ഉള്ളിലെ പടച്ചോൻ കൊടുത്ത ഹോർമോണുകൾ, അത് ജീവിതത്തിലെ ദൗത്യങ്ങൾ തുടങ്ങിയൊരു പ്രായമാണിത്. അവിടെ അവരെ കൂടുതൽ ചേർത്ത് പിടിക്കേണ്ട ഒരു ഘട്ടമാണ്. ഇപ്പൊ ഉമ്മ കൊടുക്കാറുള്ളത് ചുണ്ടുമുഖത്തമരുക എന്ന് മാത്രമല്ല ഇതിന്റെ അർത്ഥം. അവിടെ അതിൻ്റെ ഒരു പുതിയ ഭാഷയുണ്ട്, ഒരു പുതിയ രീതിയുണ്ട്, ഒരു പുതിയ ശൈലിയുണ്ട്. അതിലേക്ക് നമ്മൾ എത്തണം. അതുകൊണ്ട് നമുക്ക് ദുന്യാവിൽ കാര്യമുണ്ട്, പടച്ചോന്റെ റഹ്മത്ത് നമുക്ക് കിട്ടും. എല്ലാ കാര്യത്തിലും പടച്ചോന്റെ റഹ്മത്ത് നമുക്ക് കിട്ടുന്നതാണ്. പലപ്പോഴും പല സാഹചര്യങ്ങളാണ് നമുക്കുള്ള തടസ്സം, അല്ലേ? പല സാഹചര്യങ്ങളായിരിക്കും നമുക്കുള്ള തടസ്സം. ആ സാഹചര്യങ്ങൾ, ഒരു സാഹചര്യം ഞാൻ പറയാം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബുന, ഞങ്ങളോട് പ്രവാചകൻ ഇങ്ങനെ ഖുത്ബ പറയാം. അപ്പൊ ഞാൻ ഖുത്ബ പറയണ മാതിരി പ്രവാചകൻ സ്വഹാബത്തിനോട് ഇങ്ങനെ ഖുത്ബ പറയാം. ഫജാൽ ഹസൻ വൽ ഹുസൈൻ, അപ്പൊ അപ്പുറത്തെ വീട്ടിലാണല്ലോ ഹസൈനും ഹുസൈനൊക്കെ ഉള്ളത്. ഹസൈനും ഹുസൈനും പേരക്കുട്ടികളെ രണ്ടാളും ഇങ്ങനെ ചെറിയ മക്കളല്ലേ, ഓലിങ്ങനെ ചെറിയ 2 കുട്ടികൾ വരുന്ന ഇങ്ങനെ കണ്ണിൽ കണ്ടോക്ക്, നിങ്ങൾക്കൊക്കെ കാണപ്പോ കണ്ണിൽ ഇങ്ങനെ കണ്ടോക്ക്. അപ്പൊ ഇങ്ങനെ വരിക. പ്രവാചകനാണെങ്കിൽ സീരിയസ് ആയിട്ടൊരു വിഷയം ഖുത്ബ പറയാം. എന്താ? കമീസാനി അഹ്മറാനി യംഷിയാനി വയസിറാനി. എന്താ? അവര് രണ്ടാളും ഇങ്ങനെ 2 ചുമന്ന, എന്തൊരു വ്യക്താണത്, എന്ത് ചുമന്ന ഉടുപ്പിട്ടിട്ട് വസ്ത്രം ഇട്ടിട്ട് ഇങ്ങനെ അവര് എഴഞ്ഞാണ് വരുന്നത്. അഹ്റാനി പറഞ്ഞ അതാ, അവരിങ്ങനെ എഴഞ്ഞ് വരികയാണ്. പ്രായമായ മുതിർന്ന കുട്ടികളൊന്നല്ല, എഴഞ്ഞ് അവരിങ്ങനെ വരികയാണ്. അപ്പോഴോ എന്താ പ്രവാചകൻ ചെയ്തെന്നറിയോ? ഫനസല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മിമ്പർ, പ്രവാചകൻ മിമ്പറിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. എന്നിട്ടോ ഫഹമലഹുമാ, പ്രവാചകൻ അവർ 2 അളി എടുത്തു, 2 ഒക്കത്തെടുത്തു. എന്നിട്ടോ ഫവളഅഹുമാ ബൈന യദൈഹി, എന്നിട്ട് പ്രവാചകന്റെ മുന്നിൽ അവിടെ വെച്ചു. ആദ്യം പോയി ഏറ്റെടുത്തിട്ട് പിന്നെ മുന്നിൽ അവിടെ വെച്ചു. മൈൻഡ് ചെയ്യാതിരുന്നില്ല, അല്ലെങ്കിൽ ആംഗ്യം കൊണ്ടല്ല, അവരെ പ്രവാചകൻ പൂർണ്ണമായി മൈൻഡ് ചെയ്തു. എന്നിട്ട് ആയത്തോതി, ഇന്നമ അംവാലുക്കും വൗലാദുക്കും ഫിത്ന, മക്കളും ഇതൊക്കെ നമുക്ക് പരീക്ഷണമാണ്. ദോശ എന്നല്ല, അഫ്വൻ, പരീക്ഷണമാണ്. നമുക്ക് തോൽക്കാൻ പാടില്ല. റസൂല പറയാ, നമ്മൾ തോൽക്കാൻ പാടില്ല. നളർത്തു ഇലാ ഹാദൈനി സ്വബിയൈൻ, ഞാൻ എൻ്റെ ഈ 2 മക്കളിലേക്ക് നോക്കി. വയംഷിയാനി വയസിറാനി, അവരിങ്ങനെ ഇഴഞ്ഞ് വരുന്നത് കണ്ടപ്പോ ഫലം അസ്ബിർ ഹത്താ ഖതഅതു ഹദീസി വറഫഅതുഹുമാ, എനിക്ക് ഈ ഖുത്ബ നിർത്തിയിട്ട് ഓലെടുക്കണത് വരെ മനസ്സിക്ക് ക്ഷമിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ എടുത്തതാണ്. ഇനി എന്ത് സാഹചര്യം നമ്മൾ പറയാം? മസല കുറേ ഹദീസ് ഒന്ന് പഠിക്കാണ്ട്, അല്ലേ? ഒരേടിങ്ങനെ നോക്കി. ഇബ്നു നബാത്തുൽ മിസ്രി എന്ന് പറയുന്ന മിസ്രിലെ പണ്ഡിതൻ 150-200 കൊല്ലങ്ങൾക്ക് മുമ്പ് അങ്ങ് മിസ്രിൽ നിന്ന് 200 ഉണ്ടാവില്ല കേട്ടോ, ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയതാ. അവിടെയുള്ള ഏടിങ്ങനെ വായിക്കണ പരിപാടിക്ക് പോയാൽ, ഖുത്ബക്ക് പോയാൽ, അത് പ്രവാചകൻ പഠിപ്പിച്ച ഖുത്ബ അല്ലാന്ന് ഇതിന്ന് കിട്ടും. പ്രവാചകൻ പഠിപ്പിച്ച ഖുത്ബ സാന്ദർഭികമാണ്, അതിൽ ഇടപെടലുകളുണ്ട്. ചിലപ്പോൾ പ്രവാചകന്റെ മുഖം തുടുക്കും, ചിലപ്പോൾ കുറച്ച് കനത്ത് സംസാരിക്കും, ചിലപ്പോൾ സ്വരം മാറും, അല്ലേ? ഇപ്പൊ നമ്മളെ സൊഫിന്റെ വൃത്തിയോഗ്യങ്ങള് ഇവിടെ ഖുത്ബ പറയണ ഏതൊരു ഖത്തീബ് ജസ്റ്റ് ഒന്ന് സ്വരം മാറിയാണ്, വളരെ ഉഷാറാണ്. ഇപ്പോ എന്ത് വൃത്തിയാണ്, എല്ലാവരും വരണേ, എല്ലാവരും കയറി ഇരിക്കണ്. അത് ഇസ്ലാം പഠിപ്പിച്ച മനഃശാസ്ത്രം. അതാ ഞാൻ പറഞ്ഞത്, എന്റെ വകയല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അതുകൊണ്ടാണ്, അല്ലേ?
വളരെ കൃത്യമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് പലപ്പോഴും ആണുങ്ങൾക്ക് പലപ്പോഴും പാച്ചിലിന്റെ ഇടയിൽ സമയം കിട്ടൂല. അപ്പൊ ഇവിടെ വെച്ചാണ് തീരുമാനം എടുക്കുക, നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉമ്മ കൊടുത്തിട്ടേ ഇറങ്ങുള്ളൂ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭാര്യക്കും അല്ലെ, അതും പ്രവാചകന്റെ ചര്യപ്പെട്ടതാണ്. ഭാര്യക്കും അത് നിർവഹിക്കേണ്ട ഒരു രീതി രൂപമൊക്കെ ഉണ്ടാവും. ആ രീതി രൂപം നമ്മൾ പാലിച്ചാൽ മതി, ഒരു പ്രശ്നമല്ല. ആ രീതി രൂപം പാലിച്ച് അവിടെയൊക്കെ സ്നേഹം ജനിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ, വലിയ സ്നേഹം അവിടെയൊക്കെ ജനിക്കുന്നുണ്ട്. മക്കൾക്ക് ഉമ്മ കൊടുത്ത് ഇറങ്ങി പോകുമ്പോൾ വേണ്ടാത്ത കേട്ടാൻ പിന്നെ തോന്നൂല. എന്നും എനിക്ക് ഉമ്മ തന്നെ എന്നെ പറഞ്ഞേക്കണം, എൻ്റെ അപ്പാനും മാനിയും ഭയങ്കര എന്തൊക്കെ നിങ്ങൾ പറഞ്ഞാലും മക്കൾക്ക് വാപ്പ ഉമ്മ എന്ന് പറയുന്നത് വല്ലാത്തൊരു വികാരമാണ്. ആ വിഷയത്തിലൂടെ നമ്മളെ ഒന്ന് കടന്നു പോയാൽ കുട്ടികളുടെ കണ്ണ് നിറയുന്നുണ്ട്. 2009 മുതൽക്കുള്ള എൻ്റെ അധ്യാപന ജീവിതത്തിലെ അനുഭവമാണ് ഞങ്ങളോട് പറയുന്നത്. ജാതി മത വ്യത്യാസമില്ലാത്ത മനുഷ്യന്റെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ട വല്ലാത്തൊരു വികാരമാണത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഓർമ്മ വേണം. ഇനി നോക്കൂ നിങ്ങൾ, നമ്മളെ കുട്ടികളെ മാത്രമാണോ ഉമ്മ വെക്കേണ്ടത്? നമ്മളെ കുട്ടികളെ മാത്രമാണോ ഉമ്മ വെക്കേണ്ടത്? പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മേഖലയാണത്. നമ്മളെ വീട്ടിൽ നമ്മളെ കുട്ടീനെ നമ്മൾ ഉമ്മ കൊടുക്കുന്നുണ്ടാവും, ബാക്കിയൊക്കെ ഉണ്ടാവും, പല പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അനിയന്റെ കുട്ടി ഉണ്ടാവും, അയലോകത്ത് കുട്ടി ഉണ്ടാവും, അവർ പലരും ഉണ്ടാവും. അയലോകത്ത് കുട്ടിക്ക് എന്താ നമുക്ക് ഉമ്മ എടുത്തൂടെ? ചെറിയ കുട്ടികൾ സിഗാർ, പ്രവാചകൻ അത് പ്രത്യേകം പ്രയോഗിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഈ പ്രവാചകന്റെ ഹദീസിൽ തന്നെ കാണാം. എന്താ, ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള റിപ്പോർട്ടിൽ ഇന്ന കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലയഖുദനി വയഖഉദനി അലാ ഫഖദിഹി വയുഖഅദുൽ ഹസന അലൽ ഉഖറ. എന്താണ്, ഉസാമത്ത് ബിൻ സയ്യിദ് പ്രവാചകന്റെ വളർത്തുപുത്രനായിരുന്നു. വലിയ കഥയാണ്, ചരിത്രമാണ്. ഉസാമത്ത് ബിൻ സയ്യിദിന്റെ ചരിത്രം വലിയ ചരിത്രമാണ്. എന്താ, അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ പല ഉത്തരവാദിത്വങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഉസാമത്ത് ബിൻ സയ്യിദ് പറയാം, പ്രവാചകന്റെ ഒരു തുടയല്ലിൽ എന്നെ ഇരുത്തും, മറ്റേ തുടയല്ലിൽ ഹസനെ ഇരുത്തും, അല്ലെങ്കിൽ ഹുസൈനെ ഇരുത്തും. എന്നിട്ടോ സുമ്മ യദുമ്മാനി സുമ്മ യഖൂൽ അല്ലാഹുമ്മ റഹ്മുഹുമാ, അള്ളാഹുവേ ഇവർക്ക് നീ കാരുണ്യം കൊടുക്കണേന്ന് ഞങ്ങളുടെ ഇടയിൽ ചേർത്ത് പിടിച്ച് പ്രവാചകൻ പറയുമായിരുന്നു എന്നാണ്. ഇതിവിടെ ഒന്നും തീരുന്നില്ല. അനസ് റളിയല്ലാഹു പറയാണ്, അനസ് റളിയല്ലാഹു പറയാം, എനിക്കൊരു കുഞ്ഞ് ജനിച്ചു. ഫസമ്മൈതുഹു ബിസ്മി അബി ഇബ്രാഹിം, ഞാൻ ഇബ്രാഹിം എന്ന് അവന് പേര് കൊടുത്തു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുഞ്ഞിനെ കാണാൻ വന്നപ്പോ ആ കുഞ്ഞിനെ പ്രവാചകൻ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുത്തു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയാണ്, ലമ്മനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നെ ചേർത്ത് പിടിച്ചു എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ അല്ലിഹ്മുൽ കിതാബ്, അള്ളാഹുവേ അദ്ദേഹത്തിന് നീ കിതാബ് പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പോ ഒന്നാമത്തെ ബാധ്യത അവർക്ക് ഉമ്മ കൊടുക്കലും അവർ ചേർത്ത് പിടിക്കലാണ്. രണ്ടാമത്തെ ബാധ്യത അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ്. അല്ലെ, നോക്കൂ നിങ്ങൾ, എന്ത് രസമുള്ള ഒരു പ്രാർത്ഥന ഖുർആനിലുണ്ട്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. എന്തൊരു രസമുണ്ട് അതിന്. നമുക്കുള്ളൊരു പ്രശ്നം എന്താ അറിയോ, ഇസ്ലാം ചില നിശ്ചിത സമയങ്ങളിൽ പഠിപ്പിക്കാൻ പ്രാർത്ഥിച്ച കുറെ പ്രാർത്ഥന ഉണ്ട്, അതൊക്കെ വിടും. എന്നിട്ട് അവിടെ അഡീഷണൽ ഫിറ്റിംഗ് പ്രാർത്ഥനകൾ കൊണ്ടുവരും. ഇപ്പൊ നിങ്ങൾ നോക്ക്, യാത്ര പോവുകയാണ് ഒരാള്, നമ്മുടെ നാട്ടിൽ എന്താ ചെയ്യുക, ഒരു അൽഫാത്തിഹ ഓതിയിട്ട് ഒരു ഉസ്താദ് വന്ന് അങ്ങനെ പ്രാർത്ഥിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു വിമർശനമായിട്ട് തോന്നരുത് കേട്ടോ, ഞാനൊരു ഹൃദയം കൊണ്ടുള്ള ഒരു തിരുത്താണ് പറയണത്. ഫുള്ള് കേൾക്കുമ്പോൾ അത് മനസ്സിലാവും. ഒരാളെ ഇവിടുന്ന് ഉംറക്ക് പോവുകയാണ്, അല്ലെങ്കിൽ അയാൾ യാത്ര പോവുകയാണ്, അപ്പോ ഒരു ഉസ്താദ് വന്നിട്ട് ഒരു അൽഫാത്തിഹ ഓതിയിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. ശരിക്ക് അല്ലൈസലിൽ ഇൻസാൻ ഇല്ലാ മാ സഅ, മനുഷ്യൻ അവന്റെ പരിശ്രമം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയണേ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ഹദിയ ചെയ്യുന്ന ഖുർആൻ പാരായണമോ ദിക്റൊന്നും അവരുടെ അടുത്തേക്ക് എത്തൂല. അപ്പൊ അവിടെ ശരിക്കും എന്താ ദുആ? അവിടെ ഒരു ദുആ ഉണ്ട്. അള്ളാഹുന്റെ റസൂൽ വരികയാണെങ്കിൽ അള്ളാഹുന്റെ റസൂൽ എന്താ ചെയ്യാ? അസ്തഉദിഉല്ലാഹ ദീനക് വ അമാനതക് വ ഖവാതിമ അമലിക്, നിങ്ങൾക്ക് അള്ളാഹു സുരക്ഷിതമായ യാത്ര തരട്ടെ, നിങ്ങളുടെ അമൽ അള്ളാഹു ഖൈറാക്കി തരട്ടെ, നിങ്ങൾ അള്ളാഹുവിന്റെ അമാനത്തിൽ ഞാൻ ഏൽപ്പിക്കണം എന്നാണ് എൻ്റെ അർത്ഥം. അപ്പൊ തിരിച്ച് ഈ യാത്ര പോണ ആൾ പറയേണ്ട ഒരു വാചകമുണ്ട്, അസ്തൗദിഉല്ലാഹ അല്ലദീ ലാ തുളിഉ വദായ, നിങ്ങൾ എനിക്ക് തന്ന യാത്രാമംഗളൊന്നും നഷ്ടാവില്ല, വെറുതെ ആവില്ല. ഇങ്ങനെ ഓരോ ഘട്ടത്തിലുണ്ട്. ഇപ്പോ വിവാഹത്തിന്റെ സമയത്ത് വധൂവരന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്താ? നമ്മൾ കുറെ എന്തൊക്കെയാൾ പ്രാർത്ഥിക്കും, നമ്മൾ അങ്ങനെ അറിയാത്തതിന് സ്റ്റോപ്പ് ഇട്ടിനോടത്ത് കാമ്യം പറയും. ശരിക്കും എന്താ? ബാറക്കല്ലാഹു ലക ബാറക അലൈക ജമഅ ബൈനകുമാ ഫീ ഖൈർ, അങ്ങനെയാണ് കറക്റ്റ് പ്രയോഗം. ബാറക്കല്ലാഹു ലക ബാറക അലൈക ജമഅ ബൈനകുമാ ഫീ ഖൈർ, നിങ്ങൾക്ക് അള്ളാഹു രണ്ടാൾക്കും അള്ളാഹു ബർക്കത്ത് തരട്ടെ, അല്ലേ? അത് പ്രവാചകൻ അത്രേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ, അത് പ്രാർത്ഥിച്ചാൽ മതി. നോക്കൂ നിങ്ങൾ, ഒരാള് പുതുമാരനായി സ്വന്തം ഇണയുടെ ബെഡ്റൂമിലേക്ക് കയറുമ്പോഴുള്ള ദുആ ഉണ്ട്.
അല്ലെ? തലയിൽ കൈവച്ച് നടത്താനുള്ള ദുആ ഉണ്ട്, യാത്ര പോകുമ്പോഴുള്ള ദുആ ഉണ്ട്. കഴിഞ്ഞ 2 ഖുത്ബയിൽ നമ്മൾ അദ്കാറുകൾ എടുത്തത് അതിന്റെ തുടർച്ച എന്നുള്ള സൂചന പറഞ്ഞോന്ന് മാത്രം. അപ്പോ ശരിക്ക് നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മൾ നടത്തേണ്ട, മാതാപിതാക്കൾക്ക് വേണ്ടി നടത്തേണ്ട പ്രാർത്ഥനകളുണ്ട്. ഇത് റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിന എന്നുള്ള ദുആ വഹീന്റെ അക്ഷരത്തിൽ വന്നതാ. നമ്മൾ എത്ര തവണ നടത്തിയിട്ടുണ്ടാകും? അത് നടത്തിയ നമ്മളെ കുട്ടി ഒരു കെണിയിലും പെടൂല. നമ്മളെ കുട്ടി ഒരു കെണിയിലും യഥാർത്ഥത്തിൽ അകപ്പെടൂല. മറിച്ച് ശരിയായ രീതിയിൽ, സുരക്ഷിതമായ രീതിയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത്, നമ്മൾ ഇതൊക്കെ അമ്പിയാക്കളൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന. ഈ ദുആ പോലെ തന്നെയാണ് റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്വാലിഹായ സന്താനത്തെ തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. വജുനുബിനി വബനി അൻ അഅ്ബുദൽ അസ്നാം. പടച്ചോനെ, വിഗ്രഹാരാധനയിൽ നിന്ന് എന്റെ മക്കളെ നീ കാത്തുരക്ഷിക്കണം എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് വലിയ പ്രതിസന്ധിയിലൂടെയാണ് പോണത്. പല പല വിശ്വാസങ്ങളും നിലപാടുകളും തെറ്റായ ആശയങ്ങളും ക്യാമ്പസുകളിലൂടെയാണ് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്നത്. ക്യാമ്പസുകളിലൂടെയാണ് എല്ലാ തെറ്റായ വിശ്വാസങ്ങളും പ്രചരിപ്പിക്കുന്നത്. അപ്പൊ അതിൽ സ്വാധീനിക്കപ്പെട്ടാലോ? നമ്മളെ കുട്ടിയെ ക്യാൻസർ പിടിച്ച് മരിച്ചതാണെങ്കിൽ പടച്ചോനെ പുറത്തു കൊടുക്ക് എന്ന് പ്രാർത്ഥിക്കാം. പക്ഷേ വിശ്വാസം നഷ്ടപ്പെട്ട് മരിച്ചു പോവുകയാണെങ്കിലോ അത് ഉണ്ടാക്കുന്ന നഷ്ടം സുഹൃത്തുക്കളെ ചെറുതല്ല. നോക്കൂ, നിങ്ങൾ നിസ്കാരം നിലനിർത്താൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്തി വമിൻ ദുർരിയതി. എന്നെയും എൻ്റെ മക്കളെയും സന്തതി പരമ്പരകളെയും നീ, ഇബ്രാഹിം നബി ഇസ്ലാം പ്രാർത്ഥിച്ചതാണ്. ഞങ്ങളെല്ലാവരെയും നീ നിസ്കാരം നിലനിർത്തുന്നവരാക്കണേ എന്ന് പ്രാർത്ഥിച്ചത് കാണാൻ പറ്റും. മാത്രമല്ല, പ്രവാചകൻ നോക്കൂ, നിങ്ങൾ ഹസനെയും ഹുസൈനെയും റളിയല്ലാഹു അൻഹുമ യാത്ര കഴിഞ്ഞു എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ ഫാത്തിമ ബീവി വരെ കുളിപ്പിച്ച് ഒരുക്കണ തിരക്കിലാണ്. കുളിപ്പിച്ചൊരുക്കിനോടത്തുനിന്ന് ചോദിച്ചു വാങ്ങി പ്രവാചകൻ കൂടെ നിർത്തി പ്രാർത്ഥിക്കാൻ. അവിടുന്ന് അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹു, അല്ലാഹുവേ ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഫാഹിബ്ബുഹു, അതുകൊണ്ട് അല്ലാഹുവേ നീയും അവരെ ഇഷ്ടപ്പെടണം. അതുപോലെ തന്നെ അവരെ ഇഷ്ടപ്പെടുന്നവരെയും നീ ഇഷ്ടപ്പെടണം. അല്ലേ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നിരന്തരം എല്ലായിടത്തു നിന്നും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നത് നമുക്ക് തീർച്ചയായും കാണാൻ പറ്റും. പ്രാർത്ഥന എതിരാകരുതേ എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എപ്പോഴേ ഈ പ്രാർത്ഥന എതിരാകും? ഇത് നന്നാവൂല. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേക്ക് പറയും ചില ആൾക്കാർ, ഇത് നന്നാവൂല. അല്ലേ? ഇതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല, ഇതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഷെയ്ഖ് അൽബാനി റഹിമഹുള്ളയുടെ ശിഷ്യൻ, ഇന്നും മദീനയിൽ മസ്ജിദുൻ നബവിയിൽ കുർസിയുള്ള ക്ലാസ് എടുക്കുന്ന ഒരു വലിയ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ഒരു അനുഭവം കരഞ്ഞുകൊണ്ട് പങ്കുവെക്കുന്നത് കാണാൻ പറ്റും. എന്താ അറിയോ? അദ്ദേഹം പറയാണ്, ഈ ഹറമിന്റെ അടുത്ത്, കഅബന്റെ അടുത്ത് അസ്കരിങ്ങൾ ഉണ്ടാകും, സൈനികരുണ്ടാകും, അല്ലെങ്കിൽ അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസർമാരുണ്ടാകും. ഒരു സെക്യൂരിറ്റി ഓഫീസർ അദ്ദേഹത്തോട് പറഞ്ഞ കഥയാണ് പറയണത്, അദ്ദേഹത്തിന്റെ നേരനുഭവം പറയണത്. ഒരു മനുഷ്യൻ വന്നിട്ട് പൊട്ടിക്കരഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുക, പടച്ചോനെ എനിക്ക് കുഞ്ഞിനെ തരണേ, കുഞ്ഞിനെ തരണേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കണേ? കുഞ്ഞിനെ തരണേ, കുഞ്ഞിനെ തരണേ, കുഞ്ഞിനെ തരണേ. അപ്പൊ ഒരു പ്രത്യേക രീതിയിൽ ഭാവത്തിലൊക്കെ പ്രാർത്ഥിച്ചതുകൊണ്ട് ഈ പട്ടാളക്കാരൻ ആ മനുഷ്യനെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കാലത്തിന്റെ ശേഷം അദ്ദേഹം വന്നുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കണേ, നശിപ്പിക്കണേ എന്നാ പ്രാർത്ഥിക്കണത്. അപ്പൊ ഇയാൾ ഇങ്ങോട്ട് പിടിച്ചു. എവിടുന്നാണ്? കഅബയിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണം മുൽത്തസമിൽ കൈവച്ചിട്ട് ഈ മനുഷ്യനെ പ്രാർത്ഥിക്കാനായിട്ട് അവർ ഒറ്റപ്പെടുത്തന്നെ പിടിച്ചു. ആണോ ഒഴിച്ചുകൊണ്ടേ, നിങ്ങൾ ആദ്യം നിങ്ങളെ കുഞ്ഞിനോട് ചെയ്ത തെറ്റ് നിങ്ങളെ ഞാൻ ഓർക്കുന്നുണ്ട്, നിങ്ങൾ ആദ്യം ചെയ്ത തെറ്റ്, കുഞ്ഞിനെ തരണേ നിങ്ങൾ പ്രാർത്ഥിച്ചുള്ളൂ, സ്വാലിഹായ സന്താനത്തെ തരണേ എന്ന് പ്രാർത്ഥിച്ചില്ല. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന തെറ്റ് ആ കുഞ്ഞിനെ നശിപ്പിക്കണേന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കണത്. നിങ്ങൾ പറഞ്ഞ കേൾക്കാത്തതുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല. നിങ്ങൾ പോയിട്ട് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കുഞ്ഞിനെ മാറ്റിത്തരും. എന്നിട്ട് ഷെയ്ഖ് പിന്നെ പൊട്ടിക്കരഞ്ഞ് പറയാണ്, കുറച്ചു കാലത്തിന് ശേഷം ഈ മനുഷ്യൻ ഈ സൈനികനെ തപ്പിത്തെരഞ്ഞു വന്ന് അദ്ദേഹത്തിന്റെ മോനുണ്ടായിരുന്നു കൂടെ. മോനോട് കഥ പറയാൻ പറഞ്ഞു. എന്താ കഥ അറിയോ? ഒരു അസറിന്, വാപ്പ ഉംറക്കുള്ള ഒരു അസറിന് എനിക്കെന്തോ പെട്ടെന്ന് മനസ്സിൽ വല്ലാത്തൊരു ചലനം ഉണ്ടായി. ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വുളൂ ചെയ്ത് നിസ്കരിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങനെയാണ് രക്ഷപ്പെട്ടത്. പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട് സുഹൃത്തുക്കളെ. മാതാപിതാക്കൾ നടത്തുന്ന ദുആക്ക് വലിയ സ്വാധീനമുണ്ട്, അതിന് ഫലമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോ ഒന്ന് എന്നോട് പറഞ്ഞത് ചുംബിക്കുക എന്നുള്ളതാണ്. മക്കളെ തുരുതുരാ ചുംബിക്കുക. ആ ചുംബിക്കണ സമയത്ത് മാത്രം ഒരുങ്ങുക, ആ ഒരു ഭാഷയിലേക്കും ശൈലിയിലേക്കും മാറുക. അല്ലേ? ഓർത്തെടുക്കുമ്പോൾ നമുക്ക് നല്ല നിമിഷങ്ങൾ വേണം. കഴിഞ്ഞ ആഴ്ച എൻ്റെ ഖുത്ബന്റെ ആമുഖത്തിൽ ഞാൻ മുണ്ടക്കൈ ദുരന്തത്തിൽ എല്ലാവരെയും നഷ്ടപ്പെട്ട പ്രവാസിയുടെ വാചകം കോട്ട് ചെയ്താണ് എൻ്റെ ഖുത്ബ തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ പുതിയൊരു അഭിമുഖം വന്നതിൽ അദ്ദേഹത്തിന്റെ മകൻ
ഉപ്പാക്ക് വേണ്ടി എഴുതി വെച്ച പൊട്ടിക്കാത്ത ചില സാധനങ്ങൾ പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. ഉപ്പയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഉപ്പയാണ് എനിക്കെല്ലാം, ഉപ്പയാണ് എൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരൻ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കുട്ടി വാപ്പ ഗൾഫിൽ നിന്ന് വരുമ്പോ വാപ്പാക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇത് കുഞ്ഞിന്റെ ഹൃദയത്തിൽ ഒന്ന് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? എൻ്റെ ഉപ്പ എൻ്റെ റോൾ മോഡലാണ്, എൻ്റെ ഉപ്പ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ്, എൻ്റെ ഉമ്മ എൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരിയാണ് എന്നൊക്കെ എഴുതണമെങ്കിൽ അത്തരം ഒരു അന്തരീക്ഷം ഉണ്ടാകണം. മക്കളാവുമ്പോൾ അവർക്ക് അവരുടേതായ പരിസരത്ത് അവരുടെ അടുത്ത് പല പിഴവുകളും പല കുറവുകളൊക്കെ വരും. ആ കുറവുകളെയും പിഴവുകളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റണം. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സദസ്സിൽ പഴം കൊണ്ടുവന്നപ്പോൾ കുട്ടികൾക്കാണ് ആദ്യം കൊടുക്കുന്നത്, അല്ലേ? എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നെ ഷാമിൽ നിന്ന് ഫലവർഗ്ഗങ്ങൾ കൊണ്ടുവന്നപ്പോൾ പ്രവാചകൻ അവിടെയുള്ള കുട്ടികൾക്കാണ് അത് ആദ്യം എടുത്തു കൊടുക്കുന്നത്, അല്ലേ? അപ്പൊ അതൊക്കെ നമ്മൾ കാണേണ്ടതാണ്. ഏത് മുതിർന്ന ആളുകൾക്കൊക്കെ ചിലപ്പോൾ പ്രത്യേകം എടുത്തു വെക്കേണ്ടി വരും, പ്രായമായ ആളുകൾക്ക് കൊടുക്കേണ്ടി വരും. അതൊക്കെ കൊടുക്കുന്നതിന് രീതിയും രൂപവും സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ എടുക്കണ്ട, നിങ്ങൾ അങ്ങനെ ഒരിക്കലും ഉണ്ടാകരുത്. അപ്പൊ അങ്ങനെ ചൂടാണ്, അപ്പൊ കുട്ടികളൊന്നും അങ്ങനെ തിന്നും, അപ്പൊ എടുക്കണ്ട, അങ്ങനെ എടുക്കണ്ട. അത് വീട്ടിൽ എന്താ പറയാ, സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ പല പരിമിതി ഉണ്ട്. അതിന് കുട്ടികളെ ചെറിയ പ്രായം മുതൽക്ക് ഭക്ഷണമേശയുടെ മര്യാദ പഠിപ്പിക്കുകയാണ് വേണ്ടത്. നടന്നല്ല മോനെ തിന്നുക, അതാ പഠിപ്പിക്കണ്ടേ. എടുക്കണ്ടെന്നല്ല പറയണ്ടേ, നടന്നല്ല തിന്നുക, അല്ലെ? അതുപോലെ ഈ കുട്ടികളെ രാവിലെ എണീക്കുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും അതൊന്നും ശ്രദ്ധിക്കൂല. എങ്ങനെ എണീപ്പിക്കുക? ചവിട്ടിക്ക് എണീപ്പിക്കുന്ന ടീമുണ്ട്. തച്ച് എണീപ്പിക്കുക മക്കളെ, നല്ല സമ്മാനം കൊടുത്ത് എണീപ്പിക്കണേ, തച്ചിട്ടാണ് എണീപ്പിക്കണേ. അവൻ ഏറ്റവും സന്തോഷമുള്ള കാര്യം പറഞ്ഞാൽ എണീപ്പിക്കണ്ടേ, കൂടെ കൂട്ടണം, അല്ലേ? ചിലപ്പോൾ രാത്രി ഉറങ്ങാൻ വൈകിട്ടുണ്ടാകും, അപ്പോൾ ഭയങ്കര ആഴത്തിൽ ഉറങ്ങുന്നുണ്ടാകും. കയ്യിൽ ഇത്തിരി വെള്ളാക്കിയിട്ട് മുഖത്തൊന്നും ഇങ്ങനെ തടവി കൊടുത്താൽ മതി, അതും ചെയ്യാം. എടുത്തിട്ട് മുഖത്തേക്ക് കൊടയും ചെയ്യാം. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമല്ലേ? അപ്പൊ ഇതൊക്കെ പ്രായോഗികമായ പാരന്റിങ് എന്നുള്ളത് നമ്മൾ ശരിയാം വിധം പഠിക്കേണ്ടതാണ്. അത് അത്തരം കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സൂക്ഷിക്കണേ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. മുസ്ലിമിനെ കുറിച്ച് ലം യകുൻ സബ്ബാബൻ വല ലആനൻ വല ഫാഹിഷൻ, മുസ്ലിം തെറി വിളിക്കുന്നവനല്ല, അതുപോലെ തന്നെ അവൻ ശാപവാക്കുകൾ ഉച്ചരിക്കുന്നവനുമല്ല എന്ന്, അതുപോലെ തന്നെ വൃത്തികേട് ചെയ്യുന്നവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അധികാരമുള്ള സ്ഥലത്ത് പലപ്പോഴും സ്വരം മാറുക എന്നുള്ളത് ചില ആളുകളുടെ സ്ഥിരം പിഴവാണ്. അങ്ങനെ ഉണ്ടോ എന്ന് ഓരോരുത്തരും പരിശോധിക്കുക, ഇൻഷാ അല്ലാഹ്. ഓരോരുത്തരും പരിശോധിക്കുക. അതുകൊണ്ട് നമ്മൾ ഇന്ന് പറയാൻ ശ്രമിച്ച കാര്യം ഇതാണ്. ഒരു കുട്ടി ട്രെയിൻ കയറി അങ്ങ് വിശാഖപട്ടണത്ത് വരെ എത്തി. അതാ വീടിന്റെ അന്തരീക്ഷത്തിൽ ഉണ്ടായ കുറച്ച് പ്രശ്നങ്ങളാണ്. ഏതെല്ലാം സാഹചര്യത്തിൽ അത് വരും എന്ന് ചില ഉദാഹരണങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. നമ്മുടെ വീടിന്റെ അന്തരീക്ഷത്തിൽ മക്കളുമായി കൂടുതൽ ചേർന്നിരിക്കാനും അവരുടെ കൂടെ സമയം കണ്ടെത്താനൊക്കെ നമുക്ക് സാധിക്കണം. ഇതിന്റെ തുടർച്ച കുറച്ചുകൂടി കാര്യങ്ങൾ അടുത്ത ഖുത്ബയിൽ പറയാം. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ യഥാർത്ഥ മോമിനുകളിൽ, മുഖ്ലിസുകളിൽ, മുത്തഖിങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, അടുത്ത ആഴ്ച ഒരു സഹോദരന് വേണ്ടിയുള്ള ഒരു കളക്ഷനാണ്. നമ്മുടെ ഈ മൂനാടി പ്രദേശത്തുള്ള ഒരു സുഹൃത്തിന് ലക്ഷങ്ങൾ ചെലവ് വരുന്ന ഒരു സർജറി ഉണ്ട്. അപ്പം നമ്മളെ പള്ളി അങ്ങനത്തതിലൊക്കെ വലിയ മുന്നേറ്റം, വലിയ നിലക്ക് സഹായിക്കാറുണ്ട്. ഞാൻ ഈ ആഴ്ച തന്നെ പറഞ്ഞു വെക്കുന്നത് നമുക്കതിലൊന്ന് ഒരുങ്ങി വരാനുള്ള സാഹചര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ആ കാര്യം കൂടി ശ്രദ്ധിക്കണം. ആ സഹോദരൻ്റെ എല്ലാ വിഷമങ്ങൾക്കും അള്ളാഹു ആശ്വാസം കൊടുക്കുമാറാകട്ടെ. വേദന അനുഭവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അതിൽ നിന്ന് മോചനം കൊടുക്കുമാറാകട്ടെ. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തിൻ്റെ ഉമ്മ ഈ കഴിഞ്ഞ മിനിറ്റുകളിൽ, മണിക്കൂറുകളിൽ മരണപ്പെടേണ്ടായി. അള്ളാഹു ആ ഉമ്മാക്ക്, ചികിത്സക്കിടയിൽ മരണപ്പെട്ട ഉമ്മാക്ക് അവരുടെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുമാറാകട്ടെ. മക്കൾക്കും കുടുംബത്തിനും അള്ളാഹു ആ മുസീബത്തിനെ അഭിമുഖീകരിക്കാനുള്ള മനക്കരുത്ത് കൊടുക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയും റബ്ബിനെ സൂക്ഷിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. ഹുസൈലെ പോരാട്ടങ്ങൾക്ക് അള്ളാഹു ശരിയായ ദിശ പകരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന, റബ്ബനാ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു